തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയുമായി സഖ്യത്തിലേർപ്പെട്ട വാർഡ് അംഗങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഡി.സി.സി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ വിമതർ ഉൾപ്പെടെ 10 പേരെ അയോഗ്യരാക്കാനുള്ള നടപടി തുടങ്ങി. ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് തൃശൂർ ഡി.സി.സി. പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു. വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വിമതർ ഉൾപ്പെടെ 9 അംഗങ്ങൾ ബി.ജെ.പിക്കൊപ്പം സഖ്യത്തിലേർപ്പെട്ടത് കോൺഗ്രസിന് ചെറുതൊന്നുമല്ലാത്ത ക്ഷീണമാണ് ഉണ്ടാക്കിയത്. ഇതിനു പിന്നാലെയാണ് 2 വിമതരെയും 8 കോൺഗ്രസ് വാർഡ് മെമ്പർമാരെയും അയോഗ്യരാക്കാനുള്ള നടപടിയുമായി ഡി.സി.സി. രംഗത്തെത്തുന്നത്. പാർട്ടിയിലെ ഈ കൈച്ചിഹ്നത്തിൽ വിജയിച്ച 8 പേരെയും സ്വതന്ത്രരായി വിജയിച്ച് പാർട്ടിയിലേക്ക് വന്ന 2 പേരെയും അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുത്തു എന്ന് ഉള്ള ഡി.സി.സി. ജനറൽ സെക്രട്ടറി ശ്രീ ടി.എം. ചന്ദ്രനെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാഫിയെയും കെ.പി.സി.സി. നേരിട്ട് തന്നെ പുറത്താക്കിയിട്ടുള്ളതാണ്. അതിനിടെ സഖ്യത്തിലേർപ്പെട്ട ഒരു വാർഡ് മെമ്പർ മലക്കം മറിഞ്ഞു. ബി.ജെ.പിയുമായി ധാരണയുണ്ടാക്കിയത് അറിയാതെയാണ് വോട്ട് ചെയ്തതെന്ന് കോൺഗ്രസ് വാർഡ് മെമ്പറായിരുന്ന അക്ഷയ് സന്തോഷ്. വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ബി.ജെ.പി. കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരം കിട്ടുന്നത്. ഇത് ഒന്നും അറിയാതെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഞങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത്. പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് വാങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഒപ്പ് രേഖപ്പെടുത്തിയത്. SDP-യുമായി സഖ്യമുണ്ടാക്കിയ ചൊവ്വന്നൂരിലും കർശന നടപടിക്കാണ് ഡി.സി.സി. ഒരുങ്ങുന്നത്. ഡി.സി.സി. നിർവാഹക സമിതി അംഗമായ വർഗീസ് ചൊവ്വന്നൂരിനെതിരെയും നടപടി ഉണ്ടായേക്കും. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.